ഗൈസ് അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലാണ് ഗൈസ്. ഞാൻ നേപ്പാളിൽ നടന്ന് കയറിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ രാവിലെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട്. ഷൈജു ബാത്റൂമിലാണ് ഗൈസ്. ഞാൻ കുളിച്ചു, ഷൈജു കുളിച്ചു ഗൈസ്. ഈ AC പേരിന് മാത്രമേ ഉള്ളൂ. രാത്രി ചെറിയൊരു തണുപ്പ് കിട്ടിയെന്നേ ഉള്ളൂ, അല്ലാതെ വലിയ ഇതൊന്നുമില്ല. എടാ തണുപ്പില്ലായിരുന്നു രാത്രി. നീ ഉറങ്ങി, നീ നേരത്തെ ഉറങ്ങി. അത് രാവിലെ വെളുപ്പിനല്ലേ ഇത്. അപ്പോഴാ ഇത് ചൂട് കാണാം. കുളിച്ച് റെഡി ആയിട്ട് കുളിച്ചിറങ്ങിയ ശേഷമാണ് ഓർത്തത്, അയ്യോ പല്ല് കഴിച്ചില്ലല്ലോ എന്നൊക്കെ. ഗൈസ്, അവന് സ്വന്തം ചെരുപ്പുണ്ട്, എന്നാലും എന്റെ ചെരുപ്പ് ഇട്ടുണ്ട് അവൻ ബാത്റൂമിൽ പോകുള്ളൂ. എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോ എന്തുകൊണ്ടാ ഞാൻ പോവാതിരിക്കാൻ വേണ്ടി എന്റെ ചെരുപ്പ് ഇട്ടുണ്ട് അവൻ ബാത്റൂമിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. ഇതോ ബാബൊക്കെ റെഡിയായി പോകാനുള്ള പരിപാടിയാണ് ഗൈസ്. അങ്ങനെ നമ്മളിതാ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു ഗൈസ് നമ്മൾ രാത്രി വന്ന വഴി. കണ്ടോ, ഇതുവഴിയാണ് നമ്മൾ ഇന്നലെ രാത്രി നടന്നു വന്നത്. ഇത് നേരെ ചെന്നിറങ്ങുന്ന ഹൈവേയിലോട്ടാണ് ഗൈസ്. നമുക്ക് പോകാനുള്ള വണ്ടിയല്ല, ഞാൻ വിചാരിച്ചവന്മാർ നമുക്ക് വേണ്ടി വണ്ടി പിടിച്ചു വെച്ചേക്കുന്നു ഗൈസ്. ദുരന്തരിലെ രൺബീർ സിംഗ് മറ്റേ പാകിസ്ഥാനിൽ പോവാൽ കള്ളന്മാരെ പോലെ, അതേപോലെ നടന്നു പോകണുണ്ടോ. നമ്മളിപ്പോൾ ഈ നടക്കുന്നത് UP-യിലാണ്. ഇവിടെ നിന്ന് ഒരു 25 കിലോമീറ്റർ ഉണ്ട് നേപ്പാൾ ബോർഡർ. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യണം. ഇന്നലെ രാത്രി 11 മണി ആയതുകൊണ്ടാണ് നമുക്ക് ബോർഡർ കടന്നപ്പുറത്ത് പോകാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് ഞാൻ നേപ്പാളിലോട്ട് കാലെടുത്ത് വയ്ക്കും ഗൈസ്. അങ്ങനെ ഇവിടെ ഒരു ഹോട്ടൽ കണ്ട്. അവിടെ ഈ ഭട്ടൂര എന്ന് പറഞ്ഞ സാധനമാണ്, പൂരി പിന്നെ സമോസ ഉണ്ട് ഗൈസ്. ഇതാണ് ഇവിടുത്തെ മെനു. നമ്മൾ പറഞ്ഞേക്കുന്ന ചോല ഭട്ടൂര 2 പീസ് 40 രൂപ. ചോലെ ചോലെ ചൂടുണ്ട് ഗൈസ്, ചൂടുണ്ട്. ഭട്ടൂര വന്നിട്ടുണ്ട്. ഓ നല്ല വലിയ ഭട്ടൂരയാണ്. ചോല വന്നില്ല ഗൈസ്, ഭട്ടൂര മാത്രം കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇതിന് കറി വേണ്ടേ ഗൈസ്? ഇതാണ് കറി. ചോല, ഇത് ഭട്ടൂര. ഇങ്ങനെ കഴിക്കാൻ നിൽക്കുക, ഇനി കറി മതി മതി എന്ന് പറയാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ഈ കൊച്ചു ചെറുക്കനാണ് ഇവിടെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് നമ്മളെ നാട്ടിൽ ബാലവേലയെന്ന് പറയും ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങിയാണ് ഗൈസ്. 3 ഭട്ടൂരി, 3 ചായയും 1 സമോസ. ഫുഡ് നോർത്ത് ഇന്ത്യയിലെ ഭട്ടൂര നല്ല സാധനമാണ്. നമ്മുടെ നാട്ടിലെ പൂരി ഉണ്ടല്ലോ അതേപോലത്തെ, പക്ഷെ ഇത് എക്സാക്ട്ലി പൂരിയല്ല. രാവിലെ നല്ല ചൂടുമുണ്ട്, അതേപോലെ തന്നെ നല്ല തിരക്കുമുണ്ട് റോഡിൽ. നമ്മൾ ഇന്നലെ രാത്രി വന്നോണ്ട് തിരക്കൊന്നും ഇല്ലായിരുന്നു. നല്ല ഒഴിഞ്ഞു നടന്ന റോഡായിരുന്നു. ഇപ്പൊ നല്ല തിരക്കുണ്ട്. അതായത് ഗൈസ്, നടന്ന് നമ്മളിതാ ഈ ഒരു സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് റുപ്പേദ 19 കിലോമീറ്ററും നേപ്പാൽഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലം 22 കിലോമീറ്ററുമാണ്. നമുക്കിപ്പം പോകേണ്ടത് റുപ്പേദയാണ്. ഞാൻ പാറയിൽ ഗൈസ്. നമുക്കൊരു ഓട്ടോ കിട്ടി ഗൈസ്. ഓട്ടോ കയറ്റിയിട്ടുണ്ട്. ഇപ്പത്തെ ഓട്ടോ കയറും. ബാക്കി ഇരിക്കാന്നാ ഞാൻ ബാക്കി
ഒരു വണ്ടി ആൾക്കാർ 50 അല്ല അതിൽ കുടിച്ചാലേ തണുത്തുള്ളം കിട്ടുള്ളൂ. അല്ല ഇത് കുടിക്കണോ? ആ വൈദ്യുതി പിടിക്കാം. എല്ലാരും നമുക്ക് വേണ്ടി വെള്ളം നിറയ്ക്കാൻ പൊരിക്കാണ് ഇവന് പച്ചവെള്ളം പറ്റൂല, ഇവന് തണുത്ത വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. അതുകൊണ്ടാണ് പാവ അങ്ങനെ വീണ്ടും പോയിരിക്കുന്നത് നമ്മുടെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കാൻ. അങ്ങനെ നമ്മളിവിടെ വാട്ടറില് എനിക്ക് പറ്റിയ ചെറിയ പേര് തന്നാ മതി. അങ്ങനെ നമ്മൾ ഓട്ടോ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ തന്നെ നേപ്പാൾ ഓട്ടോ ഡ്രൈവർമാർ ഇവിടെ വന്നിട്ട് നമ്മളടുത്ത് ചോദിക്കും അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് ഓട്ടോ വേണോ. കുറച്ചും കൂടി ദൂരം നടന്ന നമ്മൾ നേപ്പാൾ ബോർഡർ നടന്ന് ക്രോസ് ചെയ്യും ഗൈസ്. നമ്മൾ ഈ നടന്നു പോകുന്നില്ലേ ഈ ഒരു ക്യൂ, ഇതിന്റെ അപ്പുറത്തെ സൈഡ് നേപ്പാളും ഇപ്പുറത്തെ സൈഡ് ഇന്ത്യ, അതായത് UP. ഇതാണ് നമ്മുടെ ഫേസ് ID കാർഡും കാണിക്കണം. വണ്ടിയിൽ പോകുന്നവർ അവിടെ ചെക്കിങ്, നടന്നു പോകുന്നെങ്കിൽ ഇതുവഴി ചെക്കിങ്. അവിടെ ലേഡീസിൻ്റെത്. ഇത് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഇങ്ങ് എത്തി. ഞാനിവിടെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എൻ്റെ അടുത്ത് കുറെ പേര് വന്ന് ചോദിക്കുന്നുണ്ട്, ബ്ലോഗർ എന്നൊക്കെ പറഞ്ഞ് പൊക്കി അടിക്കുന്നുണ്ട് ഗൈസ്. ഇത് ഫ്രീ സോൺ ആണെന്നാണ് പറഞ്ഞത്. നേപ്പാൾ കടക്കണമെങ്കിൽ ഇത് അവിടെ ഒരു ഇത് കണ്ടോ ബോർഡർ, അത് കടക്കണം. അവിടെ നിന്നാണ് ഞാൻ വന്നത്. അവിടെ ആയിരുന്നു ചെക്കിങ് കാര്യങ്ങളൊക്കെ. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് കയറി. ഇത് നേപ്പാളും അല്ല ഇന്ത്യയും അല്ല, അങ്ങനത്തെ സ്ഥലമാണ് ഗൈസ്. അറ്റ് ലാസ്റ്റ് നേപ്പാളിലോട്ട് പോകാനുള്ള ഗേറ്റ് കവാടം, അത് ഞാനിപ്പോ നടന്ന് കയറി ഗൈസ്. ഇതാണ് ഭാരത് നേപ്പാൾ രാഷ്ട്രം മൈത്രി റോഡ്. ഇത് കണ്ടല്ലോ, ഈ ഗേറ്റിന്റെ ഇപ്പുറത്ത് ഇന്ത്യ, അപ്പുറത്ത് നേപ്പാൾ. ഇതാ എന്റെ കാൽപാദങ്ങൾ ഗൈസ്. നേപ്പാളിലെ വണ്ടിയാണ് ഇത് നേപ്പാൾ ടാക്സി ആണ് ഗൈസ്. നേപ്പാൾ ടാക്സിന്റെ നമ്പർ പ്ലേറ്റ് കണ്ട റെഡ് ആണ്. എനിക്ക് അറിഞ്ഞോടാ ഷൈജു ആ നേപ്പാളി ചേട്ടൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് ടാക്സി ഡ്രൈവറിന്റെ അടുത്ത്. ഗൈസ് ഇവിടെയും വണ്ടി അല്ലാതെ ഈ പറഞ്ഞ ടുക്ക് പോലത്തെ സാധനം ഇവിടെയും ഉണ്ട്. ഗൈസ് നമ്മൾ ഈ വണ്ടിയിലാണ് കയറുന്നത്. ഗൈസ് ഷൈജുവിനെ ഇപ്പൊ ഒരു ടാക്സി ചേട്ടൻ സോളോ ട്രിപ്പിന് വിളിച്ചിട്ട് പോവായിരുന്നു. എന്നെ കടത്തിയനവൻ എന്നെ കടത്തി എന്നെ ജഗതി വരും. നേപ്പാളിൽ നല്ല ചൂടുണ്ട്. ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന നേപ്പാൾ സ്നേഹിക്കോട്ടാണ്. ഈ ഓട്ടോയിൽ ഇറങ്ങി അതിന്റെ അടുത്താണ് നമ്മുടെ. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഉള്ളത് നേപ്പാൾ ഗഞ്ചിലാണ്. നേപ്പാളിലാണ്. അതാണ് നമ്മളൊരു ബോർഡർ ക്രോസ് ചെയ്ത് വന്നില്ലേ, അത് നേപ്പാൾ ഗഞ്ചാണ് ക്രോസ് ചെയ്തത്. ഇവിടെയാണ് നമ്മളിപ്പം കറൻസി എക്സ്ചേഞ്ചിന് വേണ്ടി വന്നിരിക്കുന്നത്. നമ്മളിവിടെ ഇന്ത്യൻ റുപ്പി കൊടുത്തിട്ട് അതിനെ നേപ്പാളി റുപ്പീസ് ആയിട്ട് മാറ്റും. ഗൈസ് ഇതാണ് നേപ്പാൾ കറൻസി. ഓക്കെ, അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു ഗൈസ്. ഇത് റിച്ച് 1000ന്റെ കെട്ട് അതെടുത്ത് അകത്തെടുത്ത് വെച്ചു, അല്ലെങ്കിൽ വഴിയെ പോണവര് പിടിച്ചോണ്ടു.
നമുക്ക് പോവാന്നാ. भैया आपका नाम? दानिश. नेपाली? यस यस. इधर पेट्रोल पंप, नेपाल पेट्रोल पंप. അങ്ങനെ നമ്മളിവിടെ ബസ് സ്റ്റോപ്പിന്റെ അവിടെ വന്ന് ഇറങ്ങി. അവന്റെ അടുത്ത് സംസാരിച്ചതൊക്കെ ശരി തന്നെ, പക്ഷെ ആ പൈസ കൂടുതൽ വാങ്ങിക്കുന്നുണ്ട് ഗൈസ്. 100 നേപ്പാളി കറൻസിയാണ് വാങ്ങിക്കുന്നത് ഒരാൾക്ക് അവിടെ നിന്ന് ഈ ബസ് സ്റ്റോപ്പ് വരെ. നേപ്പാളി നമ്മളിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പരിചയപ്പെട്ടാണ് ഗൈസ്. ഗൈസ് ഇത് കണ്ടല്ലോ, ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെ ഇതിന്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ഓട്ടോ കൊണ്ട് നിർത്തിയത്. നമുക്ക് ഇങ്ങനെ പോവാം. കണ്ടോ ബസ് സ്റ്റാൻഡ്. ഇതാണ് നേപ്പാൾ ബസ്. ഗൈസ് ഇവിടെ നിന്നാണ് ബസ് ടിക്കറ്റ് എടുക്കുന്നത് നമുക്ക് അടുത്ത് പോകേണ്ട സ്ഥലത്തോട്ട്. ഇതൊക്കെയാണ് ബസ്സുകൾ നിർത്തിയിരിക്കുന്നത്. ഇവിടെ ഇങ്ങനത്തെ കുറെ ചെറിയ ട്രാവലർ പോലത്തെ വണ്ടിയുണ്ട്. 3500 രൂപയാണ് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ടിക്കറ്റ്. ശേഷം നേപ്പാളിൽ ഇറങ്ങി ഫീൽ ഉണ്ടോ നിനക്ക്? ഇല്ല അല്ലേ? ഇതുവരെ നമുക്ക് നേപ്പാളിന്റെ ഫീല് കിട്ടിയില്ല. നല്ല ചൂടും ഉണ്ട്. അവിടെ നിന്ന് വന്നത് പോലെ തന്നെയാണ്. ഇവിടെ ആൾക്കാരെ കാണുമ്പോഴും വലിയ വ്യത്യാസമൊന്നും അറിയുന്നില്ല. ഞാൻ വിചാരിച്ച നേപ്പാളിൽ ആൾക്കാർ ഇങ്ങനെയല്ലായിരുന്നു ഗൈസ്. ഞാൻ കുറച്ചുകൂടി പ്രതീക്ഷിച്ചു. നിനക്കറിയായിരുന്ന? എനിക്കറിയാം, ഞാൻ ഇതിനു മുന്നേ വന്നിട്ടില്ലല്ലോ. അല്ല, നേപ്പാളില് എന്നാലും ഒരു ഇത് കാണൂലേ നിനക്ക്? നേപ്പാളി ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നിട്ട് അങ്ങനെ തോന്നിയ? അറിയത്തില്ല, ഇവിടുത്തെ എല്ലാരും നമ്മളെ പോലെ തന്നെ ഇരിക്കുള്ളൂ ഗൈസ്. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച ഗ്രാമത്തിലുള്ള നേപ്പാളി പിള്ളേരൊന്നും കിട്ടിയിട്ടില്ല. അവര് ബസ് കാണിക്കാനല്ലേ കൊണ്ടുപോകുന്നത്? ഏതാ ഈ റെഡാ? ഇതല്ലേ ഗൈസ്, ഇതേപോലത്തെ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഇതില് തന്നെ പോകുന്നത്. നാളെ വൈകുന്നേരം 4 മണിക്ക് നമ്മൾ എത്തുള്ളൂ ഗൈസ്. ഇപ്പഴേ നമ്മളെ ബസ്സൊക്കെ കയറി കാണിക്കണേ ഗൈസ്. യാത്ര എങ്ങനെയായിരിക്കും ഇപ്പഴേ അവര് പറഞ്ഞു തരികയാണ്. ഇതുപോലത്തെ ബസ്സാണ്. ബസ്സിന്റെ സീറ്റ് ടയറൊക്കെ ഓക്കെയാണ്. അവര് എക്സ്ട്രാ ടയറൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി ഹോട്ടൽ ദർബാറിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ ഒന്ന് ഫ്രഷപ്പ് ആവണം. ഫ്രഷപ്പ് ആയിട്ട് നമുക്ക് 5 മണിക്ക് വീണ്ടും ബസ് ഓടിക്കാൻ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. ഓക്കെ ഗൈസ്, നമ്മളിതാ നടന്ന് കയറി വന്നു ഗൈസ്. 307 404 റൂമാണ്. 3 നില നടത്തിച്ച് ഗൈസ്. 307 ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് 404 പോവാം ഗൈസ്. റൂമിൽ കയറി ഉടനെ ഷൈജു പടം 2 പടങ്ങളായി. ഇത് സാം, ഇവ നേരത്തെ എത്തിയായിരുന്നു. ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഗൈസ്. അങ്ങനെ നമ്മളിപ്പം ഇതായിരുന്നല്ലോ നമ്മുടെ റൂം. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം 3 മണിയായി. ഇനി ഇവിടെ റേഞ്ചൊന്നുമില്ല, റേഞ്ചൊക്കെ കട്ടാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് 5 മണിക്കുള്ള ബസ് കയറാം ഗൈസ്. ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്ക് പുറത്തോട്ടൊന്നും പോകണ്ട. ഈ ഹോട്ടലിൻ്റെ അകത്ത് തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നല്ല ഫുഡ് കിട്ടും. നിങ്ങൾ ഇവിടുന്ന് കഴിച്ചതല്ലേ? നിങ്ങൾ ഓർഡർ ചെയ്യണ്ട. നല്ല രസമുണ്ടാവും. ഗൈസ്, ഇത് നമ്മുടെ കൂടെ ഉള്ള
ഫ്രണ്ടാണ് ട്രെക്കിങ്ങിന് വേണ്ടി വന്നേക്കണേ. പേര് പറഞ്ഞു. ഓക്കെ, എവിടെ സ്ഥലം? ഇവിടെ അരീക്കോട്. പിന്നെ ഗൈസ് ഇവിടെ ഒരാളുണ്ട്, പേര് പറഞ്ഞോ? ഷാബിൽ മമ്പാടി. സാം കോട്ടയം. ഞാൻ പറയുന്നില്ല, നീ പറയുന്നത്. ചൗമീൻ, ചിക്കൻ. ഗൈസ് 20 minutes ആണ് പറഞ്ഞത്. നമുക്ക് 5 മണിക്ക് ബസ്സുണ്ട്. 3:45 ആയിട്ടുണ്ട്. സാധനം വന്നാലേ തിന്നാൻ പറ്റുള്ളൂ. ഗൈസ് ഒരാളുടെ മട്ടൻ എന്തായിരുന്നു അത്? മട്ടൻ തുക്ക വന്നിട്ടുണ്ട് ഗൈസ്. പക്ഷെ ആളിവിടെ നിന്ന് എണീറ്റ് പോയി. ഞാൻ ടെസ്റ്റ് ചെയ്യണം. ട്രൈ ചെയ്യുന്ന ശരി. മട്ടൻ തുക്ക എങ്ങനെയുണ്ട്? മട്ടൻ തുക്ക കൊള്ളാം. ടേസ്റ്റ് മട്ടൻ തുക്ക. പൊളി കൊള്ളാടാ. മട്ടൻ തുക്ക കൊള്ളാം. ചിക്കൻ തുക്ക വന്ന് ഇവിടെ മട്ടൻ തുക്ക, ഇവിടെ ചിക്കൻ തുക്ക. എടാ ഇനി അത് ട്രൈ ചെയ്തത് ചിക്കൻ മതിയായിരുന്നു. എങ്ങനെയുണ്ട്? ഗൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ്. ഞാന് ചിക്കൻ നൂഡിൽസ് ചൗമീൻ ഒന്ന് ട്രൈ ചെയ്തു. ഫ്രൈഡാണ്. ഗൈസ് ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഞാൻ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ റൂമിൽ പോയിട്ട് ബാഗ് പാക്ക് ചെയ്തെടുത്ത് നേരെ ബസ് സ്റ്റോപ്പിലോട്ട്. 4:30 5 മണിക്ക് ബസ് എടുക്കും. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മളെ റൂമിൽ നിന്ന് റൂം വെക്കേറ്റ് ചെയ്യാണ്. എല്ലാവരും പാക്ക് ചെയ്ത് ഇറങ്ങിയാണ്. ഇപ്പോൾ സമയം 4:45. 5 മണിക്ക് ബസ് സ്റ്റാൻഡിലെത്തി. എടുത്ത് ഒന്നുകൂടി അകത്തോട്ട് നോക്കുന്നുണ്ടോ എന്തെങ്കിലും? നമ്മള് ഹോട്ടലിന്റെ ഔട്ട്സൈഡ്. 5 മണിയാവാൻ 2 മിനിറ്റ്. 5 മണിക്ക് എത്തിയില്ലെങ്കിൽ ബസ് കിട്ടൂല എന്നാണ് ഒറ്റ പറഞ്ഞത്. നമ്മളിങ്ങനെ ഓടെയാണ്. ഇപ്പോൾ ഷൈജു ബാക്കിലുണ്ട്, കൂടെ ഉള്ളവര് സൈഡിൽ നിന്ന്. ഓക്കെ നോക്കാം ബസ് കിട്ടുമല്ലോ. ഗൈസ് ബസ് സ്റ്റാൻഡിലെത്തി. ഇനി നമ്മുടെ ബസ് തരണം. നോക്കട്ടെ എവിടെയാണ്. ഗൈസ് ഇതാ നമ്മുടെ ബസ്. നമ്മൾ നേരത്തെ പോയി കണ്ടിട്ട് പോയ ബസ്. ടൈമിലേക്ക് എത്തി. ലഗേജ് കയറ്റിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഗൈസ്. ഫോക്സിന്റെ വീടുള്ള ഒരാള്, അവളുടെ വീട് ഫോക്സിന്റെ എന്നാ പറയുന്നത്. ഡോൽപ്പള്ളിയാണ് ഗൈസ്. ഇവിടെ ചൂടാണ്, പക്ഷെ അങ്ങോട്ട് തണുപ്പതാണ് ഇവിടെ പറയുന്നത്.
मुंबई में है मुंबई में है केरला लोग केरला लोग केरला में स्पीक इंग्लिश ओनली स्पीक इंग्लिश और हिंदी कम आता है ये मेरा मलयालम चैनल है हिंदी कम आता है इंग्लिश तो केरला अभी जो बोला वही बोलो। नहीं मैं क्या बोल रही हूँ ना, आप लोग इधर से और भी थोड़ा कोरा खिंचा रहे हैं ना, डोलपा में जाओगे तो उधर का ठंडा क्या रहता है, ठंडा रहता है लेकिन कोरा होना चाहिए ना ठंडे में। तो लेकिन इधर के ठंडी डोलपा के ठंडी तो काला होगी इधर आएगा ना आप लोग, ये खुद ही काला होएगा। ഗൈസ് ഇവര് പറയണെന്ന് വെച്ചാൽ തണുപ്പത്ത് പോയാൽ നമ്മൾ കറക്റ്റിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. എനിക്ക് പിന്നെ കുഴപ്പമില്ല ഗൈസ്, ഇവിടെ നല്ല വെളുത്തിരിക്കുന്ന മഹാപർക്കം ഉണ്ട്, ഇവരൊക്കെ കറക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ഗൈസ് ഇതാ നമ്മള് ഇതിന്റെ ബാക്കില് ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം. ഇതൊക്കെ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ് ഈ ബസ്സിന് പോകാൻ വേണ്ടിട്ട് നിൽക്കുന്ന. ഗൈസ് അങ്ങനെ കുറെ സമയത്തിന് ശേഷം 6 മണിക്ക് ബസ് എടുക്കുമെന്ന് പറഞ്ഞ് ബസ് എടുക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മളെല്ലാരും എന്താ ബസ്സിലോട്ട് കയറുന്ന ഈ ബസ്സിൽ കയറിയിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഇത്ര പേരേ ഉള്ളൂ. ഗൈസ് നമ്മൾ ഡോൽപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. നേപ്പാൾ മുഞ്ചിൽ നമ്മൾ ബസ് എടുത്ത് ഡോൽപ്പയിലോട്ടാണ് പോകുന്നത്. ഡോൽപ്പ നാളെ വൈകുന്നേരം 4 മണിക്ക് എടുത്തു. പിന്നെ 5 മണിക്ക് തിരിക്കുന്ന ബസ്സാണ്. നാളെ വൈകുന്നേരം 4 മണിയാകുമ്പോൾ നമ്മൾ ഡോൽപ്പ എടുത്തു. ഓക്കെ, ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ പോകുന്ന വഴി. ഈ ചെക്കപ്പാന് മറ്റേ നമ്മുടെ അവിടെ കണ്ടക്ടർമാരെ പോലെയാണ്, അല്ലെങ്കിൽ നമ്മളെ ബസ്സിലെ കിളിമാരുണ്ടല്ലോ അതാണ്. വഴിയെ പോണ എല്ലാരെയും വിളിച്ചിട്ട് ഡോൽപ്പ പറഞ്ഞ് വിളിച്ച് കയറ്റുമല്ലോ, അതാണ് ഇതൊക്കെ നേപ്പാളീസ് ആണ് ഗൈസ്. ഇരിക്കുകയാണ്. എന്റെ ഫ്രണ്ട് സീറ്റിലാണ് ഷൈജു ഇരിക്കുന്നത്. ഷൈജു അവിടെ കത്തി വെച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ചെന്നാല് കത്തി വെച്ചോണ്ടിരിക്കുന്ന ഷൈജു. ഇതാണ് ഗൈസ് പെട്രോൾ പമ്പ്. ഗൈസ് നമ്മളെ വണ്ടി ഇവിടെ പെട്രോൾ പമ്പിൽ എത്തിക്കുകയാണ് പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട്. 40,000 രൂപയ്ക്കാണ് ഗൈസ് പെട്രോൾ അടിച്ചിരിക്കുന്നത്. 177 ലിറ്റർ പെട്രോളാണ് ഗൈസ് ഇപ്പൊ നമ്മുടെ ബസ്സിൽ അടിച്ചിട്ടുള്ളത്. ഗൈസ് വണ്ടി അവിടെ നിർത്തിയിരിക്കുകയാണ്. വണ്ടിയിൽ കുറച്ച് ലോഡ് കയറ്റാനുണ്ട്, അങ്ങനെ വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി രാത്രി 10:30 ആയിട്ടുണ്ട്. ഒരു 11 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തും. അതിനുശേഷം പിന്നെ വണ്ടി എടുത്ത് എവിടെയെങ്കിലും കൊണ്ടിട്ടേക്കും. പിന്നെ അടുത്ത് രാവിലെ അവിടെ നിന്ന് തിരിക്കുള്ളൂ. രാത്രി വണ്ടി ഓടൂല, റിസ്ക് ആണ്, ഹൈ റേഞ്ച് ആയതുകൊണ്ട്. ഓക്കെ ഗൈസ്, എന്താ ബാക്കിൽ ഷൈജു ബഹബ് നിൽപ്പുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഗൈസ് നമ്മളെ ബസ്സിലിരുന്ന ചക്കൈ ബ്രൂസ്ലിയുടെ മുഖമുള്ള അവന്റെ പേരാണ് സുബർണ. ഹായ് ഹായ്. കണ്ടാ ചെറുക്ക കട്ട ഗ്ലാമറല്ലേ, പക്ഷെ ഇരുട്ടത്താ നിക്കണേ. നമ്മളൊക്കെ ഭയങ്കര സംസാരം. ഗൈസ് ഷൈജു ബസ്സിൽ തിരിച്ചു കയറുന്ന കണ്ടോ ഗൈസ്? എവിടാ നേരെ കാണാ ബസ്സിൽ നിന്ന് ഇറങ്ങിട്ട് തിരിച്ചു കയറുന്നതാണ്. എന്തുകൊണ്ടാണ് അവ ഇങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഗൈസ്, ഫുള്ള് സ്ഥലവും ലഗേജാണ്.